രാജ്മോഹൻ ചേട്ടാ, നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്താ ചിരിക്കാൻ? പ്രസക്തമായ ചോദ്യമാണ്. ഒരാളിനെ കണ്ട പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ അതെ, നിർബന്ധമായും ചിരിച്ചിരിക്കും. ചിരി വന്നില്ലെങ്കിലും ചിരിക്കണമെന്നാണ് വെപ്പ്. അത് ജി സുധാകരനെ കണ്ടിട്ട് എം വി ഗോവിന്ദൻ ചിരിച്ചില്ല. എം വി ഗോവിന്ദൻ അല്ലാതെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ്. അതെ, എപ്പോഴും മന്ത്രിയുടെ കഴുത്തൊടിച്ചെന്ന് പറഞ്ഞതും ചിരിച്ചോണ്ടാണ്. ചിരിച്ചോണ്ടാണ്. എല്ലാ കാര്യവും ചിരിച്ചോണ്ട് പറയുന്ന ഒരാളാണ് എം വി ഗോവിന്ദൻ. അപ്പോൾ പക്ഷേ ആ എം വി ഗോവിന്ദൻ ജി സുധാകരനെ കണ്ടപ്പോൾ ചിരിച്ചില്ല. ജി സുധാകരൻ അധികം ചിരിക്കാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇതിൽ ചിരിക്കാത്തതെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. അല്ല, ജി സുധാകരൻ സംശയിച്ചു, ഇയാൾക്ക് എല്ലാവരോടും ചിരിക്കാമല്ലോ, എൻ്റെ അടുത്ത് മാത്രം എന്താ അയാൾ ചിരിക്കാത്തത്? അപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ട്, പ്രശ്നമുണ്ട്. എന്തായാലും ആശ നല്ല കലിപ്പിലാണ് ജി സുധാകരൻ. അദ്ദേഹം ഇലക്ഷനായി, സീറ്റൊന്നുമില്ല, സീറ്റ് കിട്ടുന്ന മാതൃഭൂമിയിൽ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു വീണ്ടും അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുള്ളതായിട്ടൊക്കെ ഒരു ലക്ഷണം നമുക്ക് കണ്ടു. പുള്ളി പിണറായി ഒരുപാട് അങ്ങ് പുകഴ്ത്തിയായിരുന്നു. അപ്പം ആ പഴയ കലിപ്പൊക്കെ പിണറായി മറന്നുപോകും എന്ന് കരുതിയായിരിക്കണം പുകഴ്ത്തി. എത്രയൊക്കെ പുകഴ്ത്തി കിട്ടും, പിണറായി ഒന്നും മറക്കുന്ന ആളല്ല. എത്രയൊക്കെ പുകഴ്ത്തി കിട്ടും, സീറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കിയില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന് ഇനി ഇപ്പോൾ സീറ്റ് കൊടുക്കേണ്ട കാര്യം എന്താ ഉണ്ടോ? ഒരു കാര്യവുമില്ല. അത് എത്ര തവണ എം എൽ എ ആയിരുന്നു, 2 ടൈം മന്ത്രി, 10 വർഷം മന്ത്രി ആയിരുന്ന ആളാണ്. പുള്ളി തന്നെ ഒരു കാരണം പറഞ്ഞായിരുന്നു മാതൃഭൂമിയുടെ ഇന്റർവ്യൂവിൽ. 63 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. 50ാമത്തെ വയസ്സിലാണ് എനിക്കൊരു എം എൽ എ ആകാൻ കഴിയും. അപ്പോഴാണ് പുള്ളിക്ക് ഒരു പാർലമെന്ററി വ്യാമോഹം ഉദിക്കുന്നതും. അന്നേരമാണ് പുള്ളി എം എൽ എ ആകും. പക്ഷെ അതിന് മുമ്പ് പുള്ളി ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു. ആലപ്പുഴ ജില്ലാ കൗൺസിൽ, ജില്ലാ പഞ്ചായത്തിന് മുമ്പ് ജില്ലാ കൗൺസിൽ ഒന്നുമില്ല 90-ൽ. അതെ, ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു വളരെ കാലം. അത് ഇന്നത്തെ പോലെയല്ല, അത് വളരെ പ്രതാപിയായിരുന്നു. ജി സുധാകരൻ എല്ലാം തീരുമാനിക്കുമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. ആലപ്പുഴയിൽ പാർട്ടി വളർത്തുന്നതിൽ പ്രധാന പങ്ക് വെച്ച ജില്ലാ സെക്രട്ടറി ആയിരുന്നു. തീർച്ചയായും അത് അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട്. പിന്നെ അതെല്ലാം പോട്ടെ, 2 വട്ടം മന്ത്രിയായി. 2 വട്ടം മന്ത്രി, ഒരു പ്രതിപക്ഷ എം എൽ എ. 96-ൽ പ്രതിപക്ഷ എം എൽ എ, ഭരണകക്ഷി എം എൽ എ ആയിരുന്നു. 2006-ൽ മന്ത്രിയായി. പിന്നെ 2016-ൽ മന്ത്രിയായി. നല്ല വകുപ്പൊക്കെ തന്നെ കിട്ടിയത്. നല്ല വകുപ്പ് കിട്ടി, നല്ല മന്ത്രിയായിട്ടുള്ള ഒരു പേരും എടുക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ വളരെ ബാലിശമാണ്. അടിസ്ഥാനപരമായ ഒരു CPM-കാരൻ ഒരിക്കലും പറയരുതാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത്രയെല്ലാം കിട്ടിയതിന് ശേഷം ഒരുമാതിരി കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെയാണ്, ഇത്രയൊക്കെ കിട്ടിയിട്ടും പോരാ. ഇപ്പം നമ്മൾ ആദ്യം കഴിഞ്ഞിടയ്ക്ക് കേട്ടു KV തോമസ് ഇനി മത്സരിക്കാനില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുള്ളി തന്നെ പറയുന്നു, എന്നോട് പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. അതുപോലെ നമ്മുടെ മന്ത്രി കടന്നപ്പള്ളി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം 1971-ൽ അന്ന് 26-ാമത്തെ വയസ്സിൽ ജയിച്ച ആളാണ്. 2 തവണ MP ആയി. 71-ലും 77-ലും. പിന്നീട് 80-ൽ അദ്ദേഹം MLA ആയി. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ അദ്ദേഹം വീണ്ടും MLA ദീർഘകാലമായി. ഇപ്പോൾ മന്ത്രിയായി. 2 തവണ മന്ത്രിയായി. ഈ ജി സുധാകരൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹം അതിനകത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ തന്തയ്ക്ക് വിളി കിട്ടിയത് എനിക്കാണെന്ന് അദ്ദേഹം പറയുന്നത്. എൻ്റെ അച്ഛനെ സ്മരിച്ചു എന്നാണ് അദ്ദേഹം. എൻ്റെ അച്ഛനെ വരെ അവർ സ്മരിച്ചു. ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പേരും പുള്ളി പറഞ്ഞു. ഒരു മിഥുൻ എന്ന് പറഞ്ഞൊരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഫേസ്ബുക്കിൽ സ്മരിച്ചത്. അപ്പം പുള്ളി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേരള ഒന്നടങ്കം അതിൽ കുപിതരാണെന്നാണ് പുള്ളി മാതൃഭൂമിയുടെ ഇന്റർവ്യൂ പറഞ്ഞത്. അപ്പം ഇയാളെ സുധാകരൻ എന്ന പേരിന് പകരം സുധാകുരൻ എന്ന് വിളിച്ചു. എൻ്റെ അച്ഛനെ വരെ അവന്മാർ തെറി വിളിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോഴും അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് പിണറായി മാത്രമായിരിക്കും ഏക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പുള്ളി ചോദിക്കുന്നത് ടേം എന്താണ്, പ്രായപരിധി എന്താണ്, ഇത് കമ്മ്യൂണിസത്തിലുള്ളതല്ല, ഇത് കമ്മ്യൂണിസം അല്ല എന്നും ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു. ഇവിടെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു കാര്യം ലോക കമ്മ്യൂണിസ്റ്റ് ഒരു ബന്ധമില്ലാത്തതാണല്ലോ. ഒന്നുമില്ല, ചില കാര്യത്തിൽ മാത്രം. അപ്പം പുള്ളി ചോദിക്കുന്നുണ്ട്, മാർസിന് എത്ര, ലെനിന് എത്ര പിന്നെ പ്രായപരിധി ഉണ്ടായിരുന്നു, ഹോച്ചിമിന് എത്ര ഉണ്ടായിരുന്നു, മാവോയ്ക്ക് എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. ഇവരാരും പ്രായപരിധിയുടെ പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്ത് പോയ ആളല്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവൻ്റെ സിരകളിലൂടെ കമ്മ്യൂണിസ്റ്റ് രക്തം ഒഴുകുന്നിടത്തോളം കാലം, അതായത് അവൻ്റെ മരണം വരെ അവൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്നതിന് മരണം വരെ പാർലമെന്ററി പദവി വേണമെന്ന് നിർബന്ധമില്ല. അല്ല, VS പുള്ളി ഫൈറ്ററാന്ന് പറഞ്ഞെന്ന്. അപ്പോൾ ഫൈറ്ററിന്റെ പരിപാടി എന്താ? ഫൈറ്റ് ചെയ്യാന്നുള്ളത്. അതിപ്പോൾ പ്രായം കട്ടിലേ കിടന്നുകൊണ്ടാന്നേലും നമ്മൾ ഫൈറ്റ് ചെയ്യണം. അപ്പം ശരിക്കും ഇപ്പം കൈയും കാലും ഒക്കെ ഒഴിഞ്ഞ് ഇദ്ദേഹം അവിടെ ചികിത്സയൊക്കെ കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്തൊരു അംഗത്തിന് ബാല്യമുണ്ട്. അമ്പലപ്പുഴ ഞാൻ നിന്നാൽ 50,000 വോട്ട് ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ എച്ച് സലാമിന് അയാൾ മാക്സിമം അയാൾക്ക് 11,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലെ CPM-ൽ
ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു എതിർപ്പ് എല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. അല്ലേ? വരുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം, ഞാൻ ഇതുപോലെ മുമ്പൊരു എതിർപ്പ് കണ്ടത് നമ്മുടെ ആറന്മുളയിൽ വീണ ജോർജ് മത്സരിക്കാൻ വരുമ്പോഴാണ് 2016. കാരണം ആറന്മുള സീറ്റ് അന്ന് UDFന്റെ കുറ്റിച്ചൂൽ സീറ്റാണ്. എന്ന് പറഞ്ഞാൽ ഏത് കുറ്റിച്ചൂൽ UDFന് നിന്നാലും ജയിക്കുമെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതിനിടയ്ക്ക് അല്ലാതെ വന്ന് നിന്ന് ജയിച്ചു പോയിട്ടുള്ളത് KC രാജഗോപാലും കടമ്മനിട്ട രാമകൃഷ്ണൻ. ആ രണ്ട് പേരും അന്ന് അവിടെ ജയിക്കാനുള്ള സാഹചര്യം 96-ലാണ് കടമ്മനിട്ട ജയിക്കാനുള്ള സാഹചര്യം വേറെയായിരുന്നു. അന്ന് ഭരണവും കിട്ടിയിരുന്നു LDFന് കിട്ടി. അതായത് MV രാഘവൻ അവിടെ മത്സരിക്കാൻ വന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ചേർന്നാണ് കടമ്മനിട്ടയെ ജയിപ്പിച്ചു. ഇനി മേലിൽ MVR ഇവിടെ മത്സരിക്കുക, അദ്ദേഹം അവിടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും എന്നാ. അപ്പൊ MVR ഇങ്ങനെ ഓടിച്ചാടി കഴക്കൂട്ടത്തു നിന്നാണെന്ന് തോന്നുന്നു പുള്ളി എന്ന് ആറന്മുളയ്ക്ക്. കാരക്കൂട്ടം തോറ്റതിന് ശേഷമാണ് ആറന്മുളയ്ക്ക്. ആറന്മുള പിന്നെ അദ്ദേഹം തിരുവനന്തപുരം വെസ്റ്റിൽ വന്നു. അപ്പം ഇവിടെ വെച്ചാണ് അദ്ദേഹം ഒന്ന് തോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ KC രാജഗോപാൽ നമ്മുടെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ അദ്ദേഹം വിജയിക്കുന്നത് ഇതുപോലൊരു സവിശേഷ സാഹചര്യത്തിലാണ്. അതായത് അവിടെ ശിവദാസൻ നായർ പോസ്റ്റർ ഒട്ടിക്കുന്നു. അപ്പോൾ K കരുണാകരൻ വന്നു DIC എന്ന് ഘടകകക്ഷിയായി. അപ്പം മാലയത്ത് സരളാദേവിക്ക് വീണ്ടും സീറ്റ് കൊടുക്കുന്നു. അപ്പം KR രാജപ്പൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ വളരെ ആരാധ്യനായ ഒരു നേതാവ്, മുളക്കിഴക്കാരൻ, അദ്ദേഹം അവിടെ റിബലായിട്ട് മത്സരിക്കും. അപ്പോൾ റിബലായിട്ട് മത്സരിച്ചപ്പോൾ സാമുദായികമായിട്ടുള്ള ഒരു പ്രശ്നം വരും. അദ്ദേഹം റിബലായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹം കുറേ വോട്ട് പിടിച്ചു മാറ്റി. അതോടുകൂടി മാലയത്ത് സരളാദേവി പരാജയപ്പെടുകയും KC രാജഗോപാൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ KC രാജഗോപാൽ പരാജയപ്പെട്ടു പോവാണ്. അതിനുശേഷം പിന്നെയാണ് അവിടെ മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ കൊണ്ടുവന്നതാണ് വീണ ജോർജ്. ഇപ്പോൾ വീണ ജോർജ് അത് ജയിച്ചു, അവിടെ കയറി മുന്നോട്ട് പോയി. അപ്പം അന്ന് ഈ വീണ ജോർജ് മത്സരിക്കാൻ വരുമ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടായി. ഓമല്ലൂർ ശങ്കരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവിന് വേണ്ടി അവിടെ ഓമല്ലൂരിൽ പ്രകടനം നടന്നു. അത് പണ്ട് VSന് സീറ്റ് കൊടുക്കാതെ പ്രകടനം നടന്ന പോലെ. അപ്പം അങ്ങനെ ഒരു എതിർപ്പ് കൊണ്ടുപോയി. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, G സുധാകരൻ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറയാതെ പറഞ്ഞു വെച്ചു. അതെ, മാതൃഭൂമി ഇന്റർവ്യൂ ശ്രദ്ധിച്ചായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ MA ബേബിയെ വിളിച്ച് പറഞ്ഞു ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പാർട്ടി ജനറൽ സെക്രട്ടറി. അപ്പോൾ പുള്ളിക്ക് ഇവിടെ കിട്ടത്തില്ല എന്ന് തോന്നിക്കാണും. പിന്നെ ഈ സംവിധാനം എല്ലാം കേരളത്തിനകത്ത് തന്നെ ആയതുകൊണ്ട് ദേശീയ പാർട്ടിയാണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന കേരളത്തിലാണല്ലോ. അതെ, അപ്പം ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി. ആ MA ബേബിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കട്ടെ, അതനുസരിച്ച്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് സീറ്റില്ല. MV ഗോവിന്ദൻ ഇത് ആരാണെന്നുള്ള രീതി സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പരിഹസിച്ച് ചിരിച്ചു. MV ഗോവിന്ദൻ എപ്പോഴും ചിരിയാണ്. അതിനകത്ത് പരിഹാസം ഏതാ സീരിയസ് ഏതാ അദ്ദേഹം കടുപ്പിച്ച് പറയുന്നത് ഏതാണെന്നറിയില്ല. കാരണം എപ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ടേ. ഈ പറയുന്ന MV ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതിനും പ്രശ്നമായിട്ടുണ്ട്. തളിപ്പറമ്പിലെ സീറ്റ് കൊടുത്തതിനകത്ത് പ്രശ്നമായിട്ടുണ്ട്. ടീച്ചർ തന്നെ എന്തുകൊണ്ട് മറ്റൊരു നിഷേധിച്ചു ചോദ്യം അവർ ചോദിക്കുന്നു. പേരാവൂരിൽ അവർക്ക് ഒരു അതൃപ്തി ഉള്ളതായിട്ടാണ് മാധ്യമങ്ങൾ പറയുന്നത്. പിന്നെ ഇത് എന്തൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞാലും പാർട്ടി നിഷേധിക്കുമല്ലോ, ഉറപ്പാണല്ലോ. നിലവിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു അസംതൃപ്തി CPMനകത്ത് വരുന്നുണ്ട്, പരസ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പണ്ട് പാർട്ടി വേദികളിൽ മാത്രം പറയുമായിരുന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് വേദികൾ വിളിച്ചു പറയുന്നു. അപ്പോൾ ഈ G സുധാകരൻ്റെ ഈ ഒരു പ്രസ്താവനയെ പാർലമെന്ററി വ്യാമോഹം അല്ലെ അധികാര കൊതിയെന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും കാണാത്ത ഒരു പ്രവണത. അതിപ്പം ഒരു കോൺഗ്രസ് നിലവാരത്തിലേക്കാണ് ഇപ്പോൾ. അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. കോൺഗ്രസ് 2 നേതാക്കൾ, അതായത് VM സുധീരൻ 2004 അദ്ദേഹം ആലപ്പുഴയിൽ നിസ്സാര വോട്ടിന് പരാജയപ്പെട്ടു. അതും ശരിക്കും അദ്ദേഹം ജയിച്ചതാണ് ഫലത്തിൽ. കാരണം ഡോക്ടർ മനോജ് ജയിച്ചപ്പോൾ അതിന് VS സുധീരൻ എന്ന ഒരാൾ 8,000-10,000 വോട്ട് പിടിക്കുകയും VM സുധീരൻ 1,000 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. പിന്നെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മത്സരിച്ചിട്ടേ ഇല്ല. 2004 വോട്ട് ഇപ്പോൾ 2026 അദ്ദേഹത്തിന് സുഖമായിട്ട് അടുത്ത ഏകൻ്റെ ഇലക്ഷനെ എവിടെ നിന്നെങ്കിലും ജയിക്കാമായിരുന്നു. അസംബ്ലിയിലേക്ക് പാർലമെന്റിലേക്ക് ജയിക്കും. പക്ഷേ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് ഉറച്ചിരിക്കുന്നു. K ബാബു ഇപ്പോൾ പുള്ളി അവസാനിപ്പിക്കുകയാണ്. അത് അപൂർവമാണ്. കാരണം കോൺഗ്രസ്സിൽ ഞാൻ മരിക്കാൻ കിടക്കുമ്പോഴും ഞാൻ MLA MP മന്ത്രി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇവർ രണ്ടുപേരും വളരെ അപൂർവതയാണ്. സ്വരം തന്നപ്പോഴേ പാട്ട് നിർത്തി. പിന്നെ പാർട്ടി ഇപ്പോൾ പറയുന്ന ടൈം വ്യവസ്ഥയും ഈ ഏജ് ലിമിറ്റും അത് ചിലരുടെ കാര്യത്തിൽ വരുന്നില്ല, സെലക്റ്റീവാണ്. ഇപ്പം വീണ ജോർജിന് ഇളവ് കൊടുത്തു. അത് സ്വാഭാവികം. വീണ ജോർജ് അല്ല ഒരാൾ മത്സരിച്ച ആറന്മുള മണ്ഡലം പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം G സുധാകരൻ്റെ ഒരു പ്രസ്താവന ശരിക്കും അനവസരത്തിലുള്ള ഒന്നാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പാർട്ടി വിട്ടുപോവുക
അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ജി സുധാകരൻ്റെ പാർലമെന്ററി വ്യാമോഹം അസ്തമിക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹം ചിലപ്പോൾ വേറൊരു കുപ്പായത്തിൽ അമ്പലപ്പുഴയിൽ പ്രത്യക്ഷപ്പെട്ടുകൂടായികയില്ല.